ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ മാങ്ങ കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു എന്ന ഇഡിയുടെ ആരോപണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് ഇതെന്നുമാണ് ഇഡി പറയുന്നത്. ബി ഭാർഗവൽ ചേർന്നത്. ബാലു, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? രതീഷ്, ഇന്ന് ഈ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇഡി ആരോപണം ഉന്നയിച്ചത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അപേക്ഷ കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ അപേക്ഷയിൽ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് തനിക്ക് ടൈപ്പ് 2 പ്രമേഹമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നിരന്തരം ഈ ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തണമെന്നും തൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരന്തരം പരിശോധിക്കാനുള്ള അനുമതി നൽകണമെന്നുമായിരുന്നു കെജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് മറുപടിയായാണ് ഇഡി ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് തീഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ നിരന്തരം ഈ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ തന്നെ മാങ്ങ, അതുപോലെ മധുരം എന്നിവ നിരന്തരം കഴിക്കുന്നുവെന്നാണ് ഈ ഇഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ചായ കുടിക്കുമ്പോൾ അദ്ദേഹം പഞ്ചസാരയുടെ അളവ് കൂട്ടി, അതായത് ചായയിൽ കൂടുതൽ പഞ്ചസാര ഇട്ടാണ് അത് കഴിക്കുന്നതെന്നും അദ്ദേഹം ഈ ഇഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഇതിങ്ങനെ കഴിക്കുന്നത് ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി, ആ അളവ് അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായും പ്രമേഹം കൂടുന്നതായിരിക്കും. അങ്ങനെ ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കെജ്രിവാൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഇഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കെജ്രിവാൾ തീഹാർ ജയിലിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡയറ്റ് ചാർട്ടും ഇന്ന് ഇഡിയുടെ അഭിഭാഷകൻ ഈ കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ കെജ്രിവാളിൻ്റെ ആവശ്യത്തിൽ വിധി പറയാനായി ഇപ്പോൾ കോടതി മാറ്റിയിരിക്കുകയാണ്. അതായത് ഈ നിരന്തരം ഈ രക്തപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കെജ്രിവാളിന്റെ ആവശ്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനായി ഇപ്പോൾ കോടതി ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ഏതായാലും വളരെ കൗതുകകരമാണ് കോടതിയിലെ വാദം. ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ മാങ്ങ കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇഡി വാദിക്കുന്നത്. അഭിഭാഷകന്റെ പ്രതികരണം കൂടി. Submissions. Diet chart has been placed before the court. The diet chart had mangoes and sweets. We placed before the court. Regularly consuming sweet foods, which is not permitted for any diabetes. I don't want to make any further comments. Matter is pending before the court. Sir, they have withdrawn their application before they have withdrawn, but the person is in court's custody, and it is the duty of the court to take care to ensure that they are not being a